ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച വാർത്തയിലേക്കാണ്. കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബില്ല് അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പിന് ഇടെയാണ് ബില്ല് അവതരണം നടത്തിയത്. ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. 269 പേർ ബില്ലിനെ അനുകൂലിച്ചു, 148 പേർ ബില്ലിനെ എതിർക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഒരുപക്ഷെ ഇന്നലെ അവതരിപ്പിക്കേണ്ടിയിരുന്ന ബില്ലാണ് ഇന്ന് അവതരിപ്പിച്ചത്. ചില സാങ്കേതിക കാരണങ്ങളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. പക്ഷേ ഇതിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാരിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ബില്ല് അവതരണത്തിന് ശേഷം JPCക്ക് വിടാമെന്ന ഒരു നിലപാട് കൂടി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയും ചെയ്തത്. ഇവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ഈ ബില്ല് അവതരിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ത് എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. ഒരു നേതാവ്, ഒരു പ്രത്യയശാസ്ത്രം, ഒരു തെരഞ്ഞെടുപ്പ് എന്നർത്ഥത്തിൽ നിയമസഭകളുടെ ആകെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന നിലപാടുകൾ നിലവിൽ തന്നെ കേന്ദ്ര സർക്കാർ തുടരുന്നുണ്ട്. കേന്ദ്രങ്ങളുടെ, സംസ്ഥാനങ്ങളുടെ ധന അവകാശം വരെ കവർന്നെടുക്കുന്ന രീതി, അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് സംസ്ഥാനങ്ങളെ ആകെ തന്നെ, ഫെഡറൽ സംവിധാനത്തെ ആകെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പുതിയ ബില്ലുമായി കേന്ദ്ര സർക്കാർ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്നെന്തൊക്കെയാണ് പാർലമെൻറ്റിൽ നടന്ന കാര്യങ്ങൾ? അബ്ദുൾ റഷീദ്. സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ബില്ലുമായാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്ന തെരഞ്ഞെടുപ്പിന് മുമ്പും, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇത്തരത്തിൽ BJP സർക്കാർ വലിയ രീതിയിൽ പ്രവചിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബില്ലുമായി ഈ 2 ദിവസത്തിനകം ലോക്സഭ പിരിയാൻ അവസാനിക്കാനിരിക്കുന്ന ഈ 2 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് സഭയിൽ അല്പസമയം മുമ്പാണ് അവതരിപ്പിച്ചത്. ഇതിന് പിന്നാലെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് അടക്കമുള്ള, സമാജ്വാദി പാർട്ടി അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ നേതാക്കളും, അതോടൊപ്പം ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള CPIMൻ്റെയും ഇടത് MPമാരൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നു. ഈ ബില്ല് രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ്. അതോടൊപ്പം രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ വലിയ മാറ്റം വരുത്തും, അതിനെ അട്ടിമറിക്കുന്ന ഒരു പ്രവണതയുണ്ടാകും. ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെ നേരത്തെയും പ്രതിപക്ഷ MPമാരൊക്കെ തന്നെയും ആരോപിച്ചിരുന്നു. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും ലോക്സഭയിൽ അരങ്ങേറിയത്. കാരണം ഈ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രതിപക്ഷ MPമാരൊക്കെ തന്നെയും രംഗത്തെത്തി. രാജ്യസഭയിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ ഈ ബില്ലിനെ പ്രതിഷേധിച്ചുകൊണ്ട്, ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത്. പ്രത്യേകിച്ചും ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു നിയമം എന്ന തരത്തിലേക്ക് കൊണ്ടുവരാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും കേന്ദ്രം കടക്കുന്നു. സംസ്ഥാന സർക്കാരുകളെയും സംസ്ഥാന നിയമസഭകളെയും ഭരിക്കുന്ന രീതിയിലേക്ക് ഒരു ഏകീകരണത്തിലേക്ക് കൊണ്ടുവരാനാണ് കേന്ദ്രം ഈ ബില്ലിലൂടെ ശ്രമം നടത്തുന്നതൊക്കെ തന്നെയും നമുക്ക് വ്യക്തമാണ്. എന്തായാലും ഈ ബില്ല് അല്പസമയം മുമ്പാണ് സഭയിൽ അവതരിപ്പിച്ചത്. നമുക്കറിയാം, ഒരു രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങളുടെയും സമയപരിധിയും കാലാവധിയും പല വർഷങ്ങളിലായാണ്, പല സമയങ്ങളിലായാണ് അവസാനിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ തന്നെയും നടക്കുന്നത്. ഇതൊക്കെ തന്നെയും നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരേ സമയത്ത് നടത്തുക എന്ന ഒരു ഏകീകരണത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിലൂടെ രാജ്യത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ കഴിയുമെന്നൊരു വാദവും BJP സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇത് ഫെഡറൽ സിസ്റ്റത്തെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയും അതിലെ മാറ്റങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി നേരിടും. ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള വോട്ടിംഗ് മെഷീനുകൾ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലൊരു പ്രതിസന്ധി നേരിടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും MPമാരും ഒക്കെ തന്നെ ഉയർത്തുന്നത്. എന്തായാലും 3 പേജുള്ള ബില്ലാണ് ഇപ്പോൾ സഭയിൽ അവതരിപ്പിച്ചത്.
അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് വോട്ടിങ്ങിലൂടെ പാസ്സാക്കി എടുക്കുന്ന ഒരു നയമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. നേരത്തെയും ഇത്തരത്തിൽ സഭ അവസാനിക്കാനുള്ള കുറഞ്ഞ സമയത്തിനുള്ളിൽ നിയമങ്ങളും ബില്ലുകളും പാസ്സാക്കിയെടുക്കുന്ന ഒരു പ്രവണത കേന്ദ്ര സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒന്നാം മോദി സർക്കാരിൻ്റെയും രണ്ടാം മോദി സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ മൂന്നാം മോദി സർക്കാരും ഇത്തരത്തിൽ ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ബില്ലിന് അനുമതി നേടുന്ന ഒരു പ്രവണതയിലേക്ക് ഒരു സാഹചര്യത്തിൽ നടപടികളൊക്കെ തന്നെയും കടന്നു പോകുന്നത്. എന്തായാലും സഭ അവസാനിക്കാൻ 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിൽ ഏത് വിധേനയും ഈ ബില്ല് കേന്ദ്രം കൊണ്ടുവരുമെന്ന ഉറച്ച ഒരു നിലപാടിൽ തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസവും ഇന്നും 2 സഭകളിലും പ്രത്യേകിച്ചും രാജ്യസഭയിലും ലോക്സഭയിലും എല്ലാ MP-മാരും പങ്കെടുക്കണം, ഹാജരാകണമെന്ന് BJP പ്രത്യേകം MP-മാർക്കൊക്കെ തന്നെയും നോട്ടീസ് നൽകിയിരുന്നു. കോൺഗ്രസും ഇതിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി പ്രതിഷേധമുയർത്തുന്നതിൻ്റെ ഭാഗമായി ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനായി എല്ലാ MP-മാരോടും പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തുള്ള എല്ലാ പ്രതിപക്ഷ MP-മാരോടും സഭയിൽ ഹാജരാകാനൊക്കെ തന്നെയും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷം വലിയ രീതിയിൽ സഭയിൽ ബഹളം വെച്ചത്. എന്തായാലും ഇപ്പോൾ ഈ ബില്ല് അവതരണത്തിൽ സ്വാഭാവികമായും അതിനെ പിന്തുണയ്ക്കുക NDA ഘടകകക്ഷികൾ തന്നെയായിരിക്കും. ഇവിടെ പ്രതിപക്ഷത്തെ വലിയൊരു പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ പോലും ഇതിന് ഈ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പറയുന്ന ഒറ്റ കാര്യം മാത്രമാണ്, അത് വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കാനാകും എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിൽ ഒളിച്ചു വച്ചിരിക്കുന്നത് ഒരു രാജ്യത്തെ ഏകാധിപത്യ സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുക, കൃത്യമായും BJPയുടെ ആശയങ്ങൾ നടപ്പിലാക്കുക, സംസ്ഥാന നിയമസഭകളെ നിഷ്പ്രഭമാക്കുക, ഇത്യാദി കാര്യങ്ങളാണ് ഈ ബില്ല് അവതരണത്തിലൂടെ കേന്ദ്ര സർക്കാരിൽ ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. ഇതിനെ എങ്ങനെയാണ് ഇന്ന് പ്രതിപക്ഷ കക്ഷികൾ സഭയിൽ പ്രതിരോധിച്ചത്? നമുക്കറിയാം, രാവിലെ കോൺഗ്രസ് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നിരുന്നു. രാവിലെ നമ്മളോട് സംസാരിച്ച കെ രാധാകൃഷ്ണൻ MP CPIM നേതാവ് അടക്കം പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ബില്ലിനെ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടി അടക്കമുള്ളവരുടെ ഒരു നിലപാട് എങ്ങനെയായിരുന്നു? TDP ബില്ലിനെ അനുകൂലിക്കുകയാണ് ചെയ്ത്. മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഒരു നിലപാട് എങ്ങനെയായിരുന്നു വിഷയത്തിൽ? പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും നേരത്തെയും ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയർത്തിയതാണ്. ഈ സഭയിലും അത്തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉണ്ടായത്. ഇത് രാജ്യത്തെ ഫെഡറൽ സിസ്റ്റത്തെ തകർക്കുന്ന ബില്ലാണ് എന്ന് കോൺഗ്രസ് ഒന്നടങ്കം ആരോപിച്ചു. അതോടൊപ്പം ഒരു നേതാവ് ഒരു നിയമം ഒരു വ്യവസ്ഥ എന്ന രീതിയിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ഒരു ബില്ലാണ് ഇതെന്ന് CPIM MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിലും പ്രതികരിച്ചു. അതോടൊപ്പം രാജ്യത്തെ നാനാത്വത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ബില്ലായിരിക്കും ഇത് എന്ന് സമാജ്വാദി പാർട്ടി നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും രാജ്യത്തെ നമുക്കറിയാം, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ പല സമയങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ ഈ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ഭരണ അധികാരമുണ്ട്. ഈ അധികാരങ്ങളൊക്കെ തന്നെയും വെട്ടിച്ചുരുക്കുകയും അതോടൊപ്പം കേന്ദ്രത്തിൻ്റെ ഒരു നയത്തിലേക്ക് കൊണ്ടുവരാൻ ആകുമെന്നുള്ളതാണ് ഈ കേന്ദ്രം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും വിവിധ സംസ്ഥാനങ്ങൾ നമുക്കറിയാം, പ്രത്യേകിച്ചും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെയും കേന്ദ്രത്തിനെതിരെ BJP സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നിലപാടുകളും എടുത്തിട്ടുള്ളതാണ്.